ആർത്തവകാരികളുടെ കുളിയിൽ മാത്രമുള്ളതാണ് ഒരു കോട്ടൺ അവൾ എടുക്കട്ടെ, പഞ്ഞിയോ അതല്ലെങ്കിൽ നല്ല തുണിയോ എടുക്കുക. ഇവിടെ മുമസ്സക്കത്തൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അഥവാ കസ്തൂരി പുരട്ടിയിട്ടുള്ള അതൊരു നല്ല സുഗന്ധമാണ്. ഇനി അത് തന്നെ ലഭിച്ചിട്ടില്ലെങ്കിലും വേറെ ഏത് സുഗന്ധങ്ങളും, നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ സുഗന്ധങ്ങൾ ധാരാളമായി അവൈലബിളാണ്. അതുപോലെയുള്ള ടിഷ്യൂകൾ അവൈലബിളാണ്. സുഗന്ധവും അതേപോലെ തന്നെ തുണിയും എല്ലാം മിക്സഡ് ആയിട്ടുള്ള വസ്തുക്കളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ്. അതുപോലെയുള്ള ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ട് അവർ നന്നായി ആർത്തവമുണ്ടായ ഭാഗങ്ങളിൽ അവർ ശുദ്ധീകരിക്കട്ടെ, അഥവാ അവിടെ സുഗന്ധം ഉള്ള ഏതെങ്കിലും തുണി കൊണ്ടോ മറ്റോ അവർ തുടച്ചു വൃത്തിയാക്കുകയും ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇത് ഹൈളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ളതാണ്. ജനാബത്തിൻ്റെ വിഷയത്തിൽ ഇത് വന്നിട്ടില്ല. ഇത് സുന്നത്തായ കാര്യവുമാണ്. അപ്പോൾ തല നന്നായി കഴുകുക എന്നുള്ളതും ഇതേപോലെ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ടുള്ള കോട്ടൺ കൊണ്ട് രക്തത്തിൻ്റെ പാടുകളെല്ലാം ഇല്ലാത്ത രൂപത്തിൽ വൃത്തിയാക്കുക എന്നുള്ളതും ആർത്തവകാരികളുടെ കുളിയിൽ പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇപ്രകാരമാണ് ഹൈളുകാരികൾ കുളിക്കേണ്ടത്.